28ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി മാൻഷനിലേക്ക് ഇറങ്ങുന്ന ആദേശിനെയും മർജാനെയും കാണിക്കുന്നു. എന്തായി, വേറെന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോ? ഇവൾക്ക് ആകെ ഓർമ്മയുള്ളത് അന്ന് ഇവളെ ഷൂട്ട് ചെയ്തിരുന്നാൽ ഇട്ടത് ഒരു വൈറ്റ് ഡ്രസ് ആണെന്ന് മാത്രമാണ്. ഇത്രയും ദിവസത്തിന് ശേഷം മർജാനെ കാണുമ്പോൾ മാൻഷനിലുള്ള എല്ലാവർക്കും ആശ്വാസമാവുന്നു, 2 പേർ ഒഴികെ. അസ്ലി ഇട്ടിരിക്കുന്ന വൈറ്റ് ഷർട്ട് കാണുമ്പോൾ മർജാൻ വീണ്ടും പാനിക്കായി. അല്ല, നിന്റെ നെക്ലസ് എവിടെ? അതാ റൂമിൽ കാണും. പക്ഷെ സാധാരണ നീ അത് ഊരാറില്ലല്ലോ. ഇപ്പൊ കണ്ടില്ലേ ഊരിയത്? നീ എന്തിയാ ഇവിടെ? നീ എന്തേ കാണിക്കുന്നേ? ഇനി എവിടെയെങ്കിലും ഉരുണ്ട് പഠിച്ച് വീഴുന്നതിന് മുന്നേ റൂമിൽ പോവാം. ഈ കാഴ്ച കണ്ട് എന്നെ ഒന്ന് കൊന്നു തരുമെന്ന എക്സ്പ്രഷൻ നിൽക്കുന്ന അസ്ലിയെ നിങ്ങൾ ആരും കാണാതെ പോകരുത്. അസുഖം മുഴുവൻ മാറാതെ ഇനി ഈ മുറിയിൽ നിന്ന് ഇറങ്ങിയ ഇവിടെ തന്നെ സദാസമയം ഇരുന്ന ശുദ്ധവായു കിട്ടാതെ ഞാൻ ചത്തുപോകും. സാരമില്ല, അതിനല്ലേ ഇവിടെ വിൻഡോ പണിതിട്ടേക്കുന്നേ. അതിലൂടെയല്ല ശുദ്ധവായു ഒക്കെ നീ ശ്വസിച്ചാൽ മതി. ഇതിലും ഭേദം നീ എന്നെ വല്ല ജയിലിലും കൊണ്ടിടുന്നതാ. എങ്ങനെയുണ്ടപ്പോ? നന്നായി അവൻ പോയത്, അല്ല 1-2 പറഞ്ഞിപ്പോൾ തുടങ്ങിയേനെ. പക്ഷെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. നിനക്ക് വയ്യ തരുന്നപ്പോൾ അവൻ നിന്നെ നന്നായി നോക്കിയായിരുന്നു. ഹോസ്പിറ്റലിൽ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിനക്കൊന്നും മിണ്ടാതിരിക്കാവോ? അടുത്ത സീനിൽ ആദേശിനെ നീക്കം അറിയാൻ അസ്ലി നൈസായി അവരെ സംസാരത്തിൻ്റെ ഇടയിൽ ചെന്ന് നിൽക്കുകയാണ്. അവളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ വഴിതിരിച്ചു വിടാൻ നോക്കിയെങ്കിലും ഇതാരാണെന്ന് കണ്ടുപിടിച്ച് അടങ്ങുള്ളൂ എന്ന് ഉറപ്പിച്ച മട്ടിലായിരുന്നു ആദേശ്. അസ്ലിയുടെ മുറിയിൽ പിന്നെ സമാധാനമായി മുഷിഞ്ഞ തുണികൾ പെറുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് കണ്ടുവന്ന അസ്ലി പെട്ടെന്ന് അവരെ അവിടെ നിന്ന് ഓടിച്ചു വിട്ട് എന്നിട്ട് ഡ്രസ്സ് അവിടെ നിന്ന് മാറ്റുമ്പോഴാണ് മുസയാനെ കുറച്ചു മുന്നേ പറഞ്ഞ അവളെ നെക്ലസിന്റെ കാര്യം ഓർക്കുന്നത്. മുറി മുഴുവൻ അരിച്ചു പെറുക്കിയിട്ടും അവൾക്ക് ആ നെക്ലസ് കിട്ടുന്നില്ല. അപ്പോഴാണ് ഒരു ബൊക്കെയൊക്കെ മേടിച്ച് മർജാനെ കാണാൻ ഡെമറ്റും നെസറും അതുവഴി വരുന്നത്. ഞങ്ങൾ അവളെ കാണാൻ വന്നതാ. മർജാൻ ഇപ്പൊ റെസ്റ്റ് ആവശ്യമാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പോവാൻ നോക്ക്. മാറി നിൽക്ക്. നീ വെറുതെ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത്. ദേവച്ചൻ, നിനക്ക് വേണേ അകത്ത് കയറി കാണാം, പക്ഷെ നിന്റെ ചേട്ടനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതെന്നെ കളിയാ? വേണമെങ്കിൽ മതി, എനിക്കൊരു നിർബന്ധവും ഇല്ല. പുറത്തു നിന്നുള്ള ഇവരുടെ ലഹള മുകളിൽ നിന്ന് കേട്ടിട്ട് മർജാൻ കാഴി അന്വേഷിക്കാൻ പുറത്തിറങ്ങുമ്പോൾ അവൾ തല ഇറങ്ങി വീഴാണ്. ഇത് കണ്ടുവന്ന അസ്ലി അവളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു. കൃത്യസമയത്ത് ആദേശ് വരുന്നതുകൊണ്ട് അവൾക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഈ കടം തിരിച്ചടയ്ക്കാൻ ബറാത്തിന് വേറൊരു കിടലൻ ഐഡിയ മനസ്സിൽ വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് പറയുന്നില്ലെങ്കിലും അത് വേറെന്തോ പുതിയ വള്ളിയാണെന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. ഞാൻ അവസാനമായി പറയാം, ഇനി ഈ മുറിന്ന് പുറത്തു പോയേക്കരുത്. നീ എന്താ ഡെമറ്റിനെ ഇങ്ങോട്ട് വിടാഞ്ഞേ? ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞതാ കയറി പോന്നോളാൻ. പക്ഷെ അവൾക്ക് അവളുടെ ചേട്ടനെ കൊണ്ടുപോയാലേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇതിലെന്താ തെറ്റ്? വാചകം അടിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക്. എന്റെ ഉറക്കം ഫുള്ള് കളഞ്ഞിട്ട് നിന്ന് പ്രസംഗിക്കുന്നോ? ഈ സമയം പിന്നാസ് മർജാന് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു. എന്താ നിർത്തിയേ? കഴിക്ക്. എനിക്ക് വിശപ്പില്ല. മര്യാദയ്ക്ക് കഴിച്ചോ. എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഞാൻ വരുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് കഴിച്ചിരിക്കണം. മാഡം തന്ന ബാഗ് ഞാൻ കളഞ്ഞിട്ടുണ്ട്. ഏത് ബാഗ്? അമ്മ ഇവളെന്തോ ഒപ്പിക്കുന്നുണ്ട്. ആ മോന്ത കണ്ടാ അറിയാം. ജമാല, നിർത്തിക്കോ നീ. എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാൻ വയ്യിപ്പോ. നിന്റെ നെക്ലസ് കിട്ടിയില്ലേ? അത് നീ ഊരാറില്ലല്ലോ. ഏത് നെക്ലസിന്റെ കാര്യമാ? ഒന്നുമില്ല. അത് റൂമിൽ എവിടെയെങ്കിലും കാണും. അസ്ലിയുടെ സ്വഭാവത്തിൽ എല്ലാവർക്കും എന്തൊക്കെയോ വശപ്പശക തോന്നുന്നു. മർജാൻ കണ്ണടയ്ക്കുമ്പോഴൊക്കെ അവൾക്ക് ഗൺഷോട്ട് ആയിട്ട രംഗമാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് അവൾക്ക് രാത്രി ഉറങ്ങാനേ പറ്റുന്നില്ല. സോറി, ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചല്ലേ? സാരമില്ല, നീ ഇപ്പൊ കൂടുതലൊന്നും ആലോചിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ ഈ സോറിയൊക്കെ പറയുന്ന എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴാ. ഈ കരയുന്നതിനൊന്നും സോറി പറയേണ്ട കാര്യമില്ല. ഒരു മിനിറ്റ്, അത് നീ ഉറങ്ങുന്ന വരെ ഞാനിവിടെ കാണും.
പിറ്റേ ദിവസം രാവിലെ സെഹ്റ ഭീഷണിയുമായി ചീച്ചക്കിന്റെ അടുത്തെത്തി. ഇതൊന്നും അറിയിക്കാനായി മാലിക്കിനെ വിളിച്ചിട്ടാണെങ്കിൽ ആ പൊട്ടൻ ഫോണും എടുക്കുന്നില്ല. സോറി, ഞാൻ ഉറങ്ങിപ്പോയി. ഇന്നലെ ഞാൻ കാരണം നിന്റെ ഉറക്കം പോയല്ലേ? അതെ, പോയി. ഇനി ഇതുണ്ടാവില്ല. താഹിറിനെ ഞാൻ വീണ്ടും കണ്ടു. എന്തുകൊണ്ടാണ് അവൻ എൻ്റെ സ്വപ്നത്തിൽ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വരുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അവൻ എന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിക്കായിരിക്കുമോ? ഞാൻ ദുർമസങ്ങളുടെ വീട്ടിലേക്ക് പോവാം. അവിടെ നിന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാലോ? ഇത് കേട്ട പാതി മറിച്ചാൻ ചാടി വരാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഷാദ്യം വിലക്കുന്നുണ്ടെങ്കിലും അവസാനം അവനതിന് സമ്മതിക്കേണ്ടി വന്നു. അസലി ഈ സമയം നെക്ലസ് തപ്പി തപ്പി ദുർമസങ്ങളുടെ ഗേറ്റിന്റെ അടുത്ത് വരെ എത്തി. ഒരു ബ്രേക്ക് കിട്ടിയപ്പോൾ ആദേശിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രമറ്റ്. ഏയ്, അങ്ങനെയൊക്കെ ചെയ്തോ സാറ്? ആന്ന്, പറഞ്ഞ വിശ്വസിക്കുവോ? മറിച്ചാന്റെ കാര്യത്തിൽ സാറ് കുറച്ച് പ്രൊട്ടക്റ്റീവാ, അതുകൊണ്ടായിരിക്കും. ഇത് പ്രൊട്ടക്ഷൻ ഒന്നും അല്ല, അവൻ സഞ്ചരിക്കുന്ന ഒരു ഈഗോ മെഷീനാ. ഈ സമയം ഹൈദർ നൈസായി ബുറാക്കിനെ കുപ്പിയിലാക്കാൻ നോക്കുകയാണ്. ഇത് മനസ്സിലാക്കി സാഹിദ് അവനെ നൈസായി അവിടെ നിന്ന് മാറ്റുന്നു. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ വരണ്ടാന്ന്. ഇറങ്ങ. നിനക്ക് വയ്യെങ്കിൽ വാ, നമുക്ക് തിരിച്ചു പോയേക്കാം. കുഴപ്പമൊന്നുമില്ല. നെക്ലസ് തപ്പി നടന്ന അസലി വേറെ എങ്ങും പോയിട്ടില്ല. അപ്പോഴാണ് ആദേശിന്റെ തൊട്ട് മുന്നിൽ ആ നെക്ലസ് അവൾ ശ്രദ്ധിച്ചത്. ആ സ്ഥലത്തേക്ക് നോക്കും തോറും മറിച്ചാൻ വീണ്ടും പാനിക്കാവുകയാണ്. നീ ധൈര്യമായിരിക്കെ, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദുർമസംഗൽ അന്ന് രാത്രി ഇവരുടെ ഡാൻസിന്റെ വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്നു. മാലിക്കിനെ കാണുമ്പോൾ സെഹ്റ പറഞ്ഞ കാര്യങ്ങൾ പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് അവനോടൊന്നും പറയാതെ അവൾ അവിടെ നിന്ന് പോവാണ്. വീട്ടിലെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ ഡാൻസിന്റെ വീഡിയോയുടെ കാര്യം ഓർക്കുന്നത്. അന്നത്തെ വീഡിയോ ക്ലോസ് ആയി നോക്കി എന്തോ കണ്ട് സംശയിച്ചു നിൽക്കുന്ന ആദേശിനെ കാണിച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ കൂടെയുള്ളത് ആർജി അന്നക്കുട്ടി.